जगतां मधुकैटभारे वक्षो विहारिणि मनोहर दिव्यमूर्ते श्रीस्वामिनिश्रित जनप्रियदानशीले श्रीवेङ्कटेश दयिते तव सुप्रभातम् मातस्ता മോളെ ദയാ, നീ ഇറങ്ങി വരുന്നുണ്ടോ? ഞാൻ എത്ര നേരം നിന്നെ വിളിക്കുന്നു. സമയം എത്രയെന്ന് വല്ല ബോധമുണ്ടോ നിനക്ക്? സമ്മതിക്കില്ല അമ്മ, ഒരു 5 മിനിറ്റും കൂടി. പെണ്ണെ, നിനക്ക് 9 മണിക്ക് കോളേജിൽ എത്തണ്ടേ? സമയം 8:30 അയ്യോ, 8:00? അതുകൊണ്ടാണല്ലോ ഞാൻ തൊണ്ടയിട്ട് വിളിച്ചോണ്ടിരുന്നത്. ഇപ്പൊ മോള് കോളേജിൽ പോകാൻ ഭയങ്കര ലേറ്റാ. ഞാൻ റെഡി ആവട്ടെ അമ്മ, ഞാൻ ഇറങ്ങും കേട്ടോ. മോളെ, എന്തെങ്കിലും കഴിച്ചിട്ട് പോടി. വേണ്ടമ്മ, സമയമില്ല, ഞാൻ ക്യാൻറ്റീനിൽ കഴിച്ചോളാം. ഈ പെണ്ണിന്റെ ഒരു കാര്യം. എവിടെ പോയി കിടക്കുക? അച്ഛോ, നീ ആരെയും നോക്കുന്നേ? ദേവയാണോ? അവിടെയാണെങ്കിൽ 9 മണിക്ക് നോക്കിയാൽ മതി. അതും ശരിയാ. ഈ പെണ്ണ് വന്ന് ഇപ്പൊ ഭയങ്കര ലേറ്റ് ആണല്ലോ. പണ്ടൊക്കെ കറക്റ്റ് ടൈമിൽ എത്തിക്കൊണ്ടിരുന്ന പെണ്ണാ. പറഞ്ഞ നാവ് വായിൽ കിട്ടില്ല. ദേ വരുന്നു മഹാറാണി. എന്താണ് മക്കൾസ്, എന്നെ കാത്തു നിൽക്കാന്ന് തോന്നുന്നു. അല്ലേടി, നിന്റെ അമ്മൂമ്മയെ കാത്തു നിൽക്കുക ആണോ? എന്നാ വാ, നമുക്ക് പോ. ഇങ്ങോട്ട്? അല്ല, അമ്മൂമ്മേനെ കാണാൻ. ഇവിടെ നിന്നൊരു കാര്യമില്ല, സെമിത്തേരി പോകേണ്ടി വരും. എന്റെ അമ്മൂമ്മ മരിച്ചിട്ട് 5-6 വർഷമായി. അയ്യേ ചളി, ഇവിടെ കിട്ടുന്നടി ഇത്ര സ്റ്റാൻഡേർഡ് കുറഞ്ഞ ചളിയൊക്കെ. നിങ്ങൾക്കൊക്കെ ഈ ലെവൽ തന്നെ ധാരാളം. എന്റെ ചളിയെ കുറ്റം പറയാതെ നടക്കാൻ നോക്കും ക്ലാസ്സിലേക്ക്. അല്ല, കണ്ടല്ലോ ഇത്ര നേരമായിട്ട്. സാധാരണ നീ വരുന്ന ഈ ടൈം ആകുമ്പോഴേക്കും ഇവിടെ വേണം കാണുന്നതാണല്ലോ. നിൽക്കുന്നു ദച്ചുവിന്റെ ടീംസ്. പക്ഷെ കൂട്ടത്തിൽ ദച്ചുള്ളല്ലോ. ഇനി ഇന്ന് വരത്തില്ലേ? എന്താണ് മക്കളെ, അവനെ കാണാഞ്ഞിട്ട് മക്കൾക്ക് ഓർക്കും കിട്ടുന്നില്ലേ? അല്ല, അത് പിന്നെ ഞങ്ങളൊക്കെ അവന്റെ ആരാധികമാരാണല്ലോ. ഓ, ഒരു ആരാധികമാര്. നീ ക്ലാസ്സിലേക്ക് വരുന്നുണ്ടോ? ഞാൻ പോവാ. ഞങ്ങളും ക്ലാസ്സിലേക്ക് തന്നെയാ. ഓ, നിങ്ങൾ നിങ്ങളുടെ ആരാധക മൂർത്തിയെ കണ്ട് പതുക്കെ വന്നതാണ്. ഞാൻ പോവാ. ഇവർക്ക് അവനെ കുറിച്ച് പറയുമ്പോ എന്താ ഇത്ര ദേഷ്യം? ഹാവോ, നീ എന്റെ കൂടെ സ്റ്റോർ വരവാ, എനിക്കൊരു ബുക്ക് വാങ്ങാണ്ട്. ഹലോ മേഡം. ഗ്യാങ്ങിന്റെ കൂടെ കാണാത്തപ്പോ ഞാൻ വിചാരിച്ചു ഇന്ന് ക്ലാസ് വരത്തില്ല. അങ്ങനെ വരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ആ, അത് ശരിയാ. കോളേജിലെ കാമദേവനാണല്ലോ. എന്തോന്ന് കാമദേവനാ? അതെ, കോളേജിലെ കുട്ടികളുടെ ആരാധന മൂർത്തിയാണല്ലോ നിങ്ങള്. ഓ, അങ്ങനെ. ഈ ആരാധകരെയും കൊണ്ട്. ഓ, പിന്നെ കൊറേ ആരാധകന്മാര്. എന്ത് കണ്ടിട്ടാണോ എന്തോ. എന്താടി പോത്ത്? പോത്ത് നിങ്ങളുടെ ബാക്കി കൂടി പറ. മാറിക്ക്, ഞാൻ പോട്ടെ. അല്ല, ഇത് മോള് നേരത്തെയാണല്ലോ, എന്തു പറ്റി? മാറി നിക്ക്, ഞാൻ പോട്ടെ. അടേ നിക്കടി അവിടെ. ഞങ്ങൾ ചുമ്മാ സംസാരിച്ചിരിക്കുവായിരുന്നു. എനിക്ക് ദച്ചുവിനോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. എന്താ, പറഞ്ഞോളൂ. ഞാൻ ക്യാൻറ്റീനിൽ വെയിറ്റ് ചെയ്യാം. ബ്രേക്കിന്റെ ടൈമില് ക്യാൻറ്റീനിലേക്ക് വന്നാൽ മതി. എന്നാ ശരി, താമിട്ടോ, ഞാൻ ക്യാൻറ്റീനിലേക്ക് വന്നേക്കാം. ശരി എന്നാ. ഓ, ഈ ആരാധകരെയും കൊണ്ട് എന്തിനാണ് ഇപ്പോ എന്റെ കാല ചവിട്ടിയത്? അയ്യോ, കാല ചവിട്ടിയോ? ഞാൻ കണ്ടില്ല കേട്ടോ. വേദനയുണ്ടോ? ഇല്ലടി പോത്തെ, നിന്റെ ഹീലുള്ള ചെരുപ്പ് വെച്ച് ചവിട്ടിട്ട് നല്ല സുഖം. ആണോ? എന്നൊന്നും കൂടി തരട്ടെ. പെണ്ണെ, നീ പോടാ മരപ്പട്ടി. മരപ്പട്ടിയെ, നിന്റെ അനിയൻ. എന്റെ അനിയനെ പറഞ്ഞോണ്ടല്ലോ. പറഞ്ഞ നീ എന്ത് ചെയ്യൂടി? നേരത്തെ തന്ന പോലെ ഒരെണ്ണം കൂടി തരും. ഓഹോ, അപ്പൊ നീ മനപ്പുറം ചെയ്തതാണല്ലേ? അതെ. നിന്നെ ഞാൻ ദേ മോനെ, ഇവിടെ നിന്ന് സമയം കളയാതെ ക്യാൻറ്റീനിലേക്ക് ചെല്ലും. അവിടെ നിങ്ങളുടെ ആരാധകന്മാര് കാത്തിരുന്ന് മുഷിയുന്നുണ്ടാവും. നിനക്കുള്ളത് ഞാൻ തരാട്ടോ. ഓ, പിന്നെ നിങ്ങൾ തരുമ്പം എന്റെ കൈ മാങ്ങ ഉറയ്ക്കാൻ പോവല്ലേ? നമുക്ക് കാണാം. ആ, കാണാം. എന്നാലും നമുക്ക് എന്തായാലും ദച്ചോട് പറയണ്ടവാ. ഒന്ന് പോയി നോക്കിയാലോ? ശ്രീ, എന്ത് പാടി? എനിക്ക് നല്ല വിശപ്പ്. നമുക്ക് ക്യാൻറ്റീനിൽ പോയാലോ? വിശപ്പോ? നീ വീട്ടിൽ നിന്ന് വന്നപ്പോ കഴിച്ചിട്ടേ? ഇല്ലടേ, എനിക്ക് നല്ല വിശപ്പ്. പാടി, നമുക്ക് പോവാം. ഈ പെണ്ണിനെയും കൊണ്ട് നടക്കാങ്ങോട്ട്. നമുക്ക് അവിടെ ഇരിക്കാം. ഇവിടെ ഇരുന്ന് എന്താ കുഴപ്പം? അത് ഇവിടെ കാണാൻ ഒരു രസമില്ല. നീ എന്താ ക്യാൻറ്റീനിന്റെ ഭംഗി നോക്കാൻ വന്നതാ? ഫുഡ് കഴിക്കുമെന്നല്ലേ? അതെ. അല്ല, ഈ ഫുഡ് കഴിക്കുമ്പോൾ മനസ്സും വയറും
ഒരുപോലെ നിറയണമെന്നാണല്ലോ. ഇവിടെ നിന്ന് എൻ്റെ മനസ്സ് നിറയത്തില്ല. നമുക്ക് അവിടെ പോയിരിക്കാടി. ഇവളെയും കൊണ്ട് നടക്കങ്ങോട്ട്. തെച്ചുവിനെ കാണാമല്ലോ. ശരി, നീ ഇവിടെ വന്ന് സ്വപ്നം കാണാൻ വേണ്ടിയിട്ടാണോ? എന്നാ പിന്നെ ക്ലാസ് എടുക്കുന്ന സ്വപ്നം കണ്ടാ പോരെ? അല്ല, അത് പിന്നെ ഏത് പിന്നെ? നീ ഓർഡർ ചെയ്യുന്നുണ്ടോ ഫുഡ്? അത് നീ ചെയ്തോ? ഇപ്പൊ ഇതാ നന്നായേ. എനിക്കാണോ വിശക്കുന്നത്, നിനക്കാണോ വിശക്കുന്നേ? ഓ, അങ്ങനെയൊക്കെ ഉണ്ടോ നമ്മുടെ ഇടയില്? നിനക്ക് വിശന്നാലും എനിക്ക് വിശന്നാലും നമുക്ക് രണ്ടുപേർക്കും വിശന്ന പോലെയാണല്ലോ. എന്തോന്ന്? ഓ, ഒന്നുമില്ല, ഞാൻ ഓർഡർ ചെയ്യാം. ഓ, ഇവര് കാണാനില്ലല്ലോ. വരുന്നുണ്ട്. ഹായ് മായ. ഞാൻ കോഫി ഓർഡർ ചെയ്യട്ടെ? ഏയ് വേണ്ട, താൻ എന്നെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ നേരമായോ? ഏയ് ഇല്ല, ഒരു 5 മിനിറ്റ്. അല്ല, എന്തിനാ എന്നോട് വരാൻ പറഞ്ഞേ? അത് പിന്നെ എന്താ മായ, എന്തായാലും പറഞ്ഞോളൂ. ഓ, ചിരിച്ചു കളിച്ച് വർത്താനം പറയാനിട്ടില്ലേ? പുറത്തില്ല എല്ലാ പെണ്ണുങ്ങളും പുറകെ. നീ ആരെയും കുറെ നേരമായിട്ട് ശ്രദ്ധിക്കുന്നേ? ഞാൻ ചുമ്മാതെ അവരെ നോക്കിയതാ. ആരെ? ദച്ചുമായാണല്ലോ. ഒരാളത് പറയാലോ. ദച്ചുമായി നല്ല ചേർച്ചയാണല്ലേ? അതെ. മായക്കാണെങ്കിൽ ദച്ചിന് ഭയങ്കര ഇഷ്ടാ. അവർ കപ്പിസായ പൊളിക്കും അല്ലേ? അവ എനിക്കറിയത്തില്ല. ദച്ചു, ഞാൻ വളച്ചേട്ടല്ലാത്ത കാര്യം പറയാം. എനിക്ക് തന്നെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഒത്തിരി ഇഷ്ടാ. ഇപ്പൊ തുടങ്ങിയതാണെന്നൊന്നും എനിക്കറിയത്തില്ല. താൻ കൂടെ ഉള്ളപ്പോ എന്തോ ഞാൻ ഭയങ്കര ഹാപ്പിയാ. ഈ സന്തോഷം ഇനി എന്റെ കൂടെ വേണമെന്നൊരാഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ ദച്ചിന്റെ റിപ്ലൈ അതെന്തായാലും എനിക്കറിയണമെന്നുണ്ട്. മായ, ഞാൻ ഒരിക്കലും തന്നെ ആ രീതിയിൽ കണ്ടിട്ടില്ല, ഇനി കാണാനും പറ്റത്തില്ല. താൻ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. താനൊരു നല്ല കുട്ടിയാ. അതുകൊണ്ട് തന്നെ തനിക്ക് എന്നെക്കാളും നല്ലൊരു ചെക്കനെ കിട്ടും. ഞാൻ എൻ്റെ ഫീലിങ്സ് തന്നോട് പറഞ്ഞേ ഉള്ളൂ. എൻ്റെ ഫീലിങ്സ് അത് താൻ ഒരിക്കലും അറിയാതെ പോകരുതെന്ന് തോന്നി. ഞാൻ എൻ്റെ ഫീലിങ്സ് പറഞ്ഞെന്ന് വെച്ച് എന്നോടുള്ള ഫ്രണ്ട്ഷിപ്പ് അത് നിർത്തിക്കരുത്. ഇല്ലടോ, താൻ എന്തായാലും മനസ്സിൽ വെക്കാതെ തുറന്നു പറഞ്ഞില്ലേ. പിന്നെ താൻ നേരത്തെ പറഞ്ഞ സന്തോഷമില്ലേ, അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ തൻ്റെ കൂടെ ഇന്നും ഉണ്ടാവും, തൻ്റെ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട്. അതുപോലെ അതാണ്. ദയ്യനെ കാണുന്നില്ലല്ലോ. എൻ്റെ ഊഹം തെറ്റിയില്ല, ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പണി കൊടുത്താലോ? കൊടുക്കാം. ഇവർക്കെന്താ ഇത്ര നേരം സംസാരിക്കാനുള്ളേ? ഇപ്പൊ ശരിയാക്കി തരാടി നിന്നെ. എന്താടി കുന്തം? ഓ, നീ വരുന്നുണ്ടോ? ഞാൻ പോവാ. കോഴിക്കുഞ്ഞ് അച്ചു എന്തേ? ഒരു ദൈവമില്ലാതെ ഞങ്ങളോട് അടി ഉണ്ടാക്കി വീട്ടിലേക്ക് പോയിട്ടുണ്ട്. വീട്ടിലേക്ക് പോയോ? അല്ല, എന്തിനാ അടി ഉണ്ടാക്കിയേ? ആവോ, ഞങ്ങൾക്കറിയില്ല. ക്യാൻറ്റീനിൽ പോയി വന്നപ്പോ തുടങ്ങിയതാ അവളുടെ ദേഷ്യം. ആണോ? എന്നാ ശരി, ഞാൻ ക്ലാസ്സിലേക്ക് പോവാ. അല്ല രാഹുൽ, എന്തിനാ അവളെ തിരക്കിയേ? അത് ചുമ്മാ ഇന്നാളെ കണ്ടേയില്ല, അപ്പോ ഞാൻ തിരക്കി വന്നേ ഉള്ളൂ. ഓ അങ്ങനെ, എന്നാ ശരി കേട്ടോ. ശരി, കാണാം. ഇല്ല അച്ചു, നിനക്ക് തോന്നിയോ? തോന്നി. എനിക്ക് തോന്നിയത് തന്നെയാണോ നിനക്ക് തോന്നിയത്? അതിന് നിനക്ക് തോന്നിയത് എന്നാന്ന് പറ. അല്ല, ഈ രാഹുലിന് നമ്മുടെ ദയോട് എന്തോ ഇല്ലേ? ഇത് തന്നെ എനിക്ക് തോന്നിയത്. സംതിങ് കണ്ടുപിടിക്കാം. ഇപ്പൊ നമുക്ക് ക്ലാസ്സിൽ പോവാം. ഹലോ ശ്രീദേവി ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? രമേ, ഞാൻ അങ്ങോട്ട് വിളിക്കാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. എന്ത് വിശേഷം? ഇവിടെ സുഖമായിട്ട് പോകുന്നു. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? ഓ, ഇവിടെ അങ്ങനൊക്കെ തന്നെ. പിന്നെ എല്ലാവരും എന്ത്? അങ്ങേരും ഇന്ന് ഓഫീസിലേക്കാന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ദയമോള്, അവള് നേരത്തെ വന്ന് റൂം അടച്ചിരിപ്പുണ്ട്.
ഇന്നെന്താ നേരത്തെ ക്ലാസ് കഴിഞ്ഞോ അതോ എന്നത്തേം പോലെ? എനിക്ക് അങ്ങനെ തന്നെ തോന്നുന്നത്. വന്നു കയറിയപ്പോൾ നല്ല ദേഷ്യത്തിലായിരുന്നു. പിന്നെ ഇതിപ്പോ പതിവാണല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിക്കാനും പോയില്ല. ഓ ഇതിങ്ങൾ എന്താ ചെയ്യാ? ഇതിലൊന്നും നമ്മൾ ഇടപെടാൻ നിൽക്കണ്ട രമേ. ഇടപെട്ട നമ്മൾ ചമ്മി പോത്തേ ഉള്ളൂ. അത് ചേച്ചി പറഞ്ഞത് ശരിയാ. രമേ, ആരെ വന്നിട്ടുണ്ട്, ഞാൻ വിളിക്കാം നിന്നെ അങ്ങോട്ട്. ശരി ചേച്ചി. ഹലോ മിസ്സിസ് ദയാദിച്ചു, എന്റെ ഭാര്യ ചൂടിലാണെന്ന് തോന്നുന്നു. ഇവിടെ നിങ്ങളുടെ ഭാര്യയില്ല കോരിയില്ല. ഇറങ്ങാൻ നോക്ക് എന്റെ റൂമിൽ നിന്ന്. അപ്പോ നല്ല ചൂടിലാണ്. എനിക്ക് ചൂടുമില്ല തണുപ്പില്ല. ഇയാൾ പോവാൻ നോക്കിയേ. എന്നാ ഞാൻ ചൂടാക്കട്ടെ? ദേ മര്യാദയ്ക്ക് പോക്കോ. എനിക്ക് നല്ല ദേഷ്യം വന്നിട്ടായിരിക്കുന്നേ. അതെനിക്ക് മനസ്സിലായി. നീ ചൂടാവുമ്പോഴേ കാണാൻ നല്ല ഭംഗിയാ. നിനക്ക് കടിച്ചു തിന്നാൻ തോന്നും. അയ്യടാ കടിക്കാൻ ഇങ്ങോട്ട് വാ, ഞാനും തിരിച്ചു കടിക്കും. ഓ, നിന്റെ കടിയെ കുറിച്ച് പറയരുത്. എന്റെ തോണ് മൊത്തം നീ കടിച്ചു വെച്ചേക്കല്ലേ. ഓ, ഇപ്പോഴും മാറിയിട്ടില്ല അതിന്റെ വേദന. ദുഷ്ട. മാറിയില്ലെങ്കിലേ കണക്കായിപ്പോയി. എന്താ സാധനം അടിയത്? നീക്കൊരു വൈഫാണോ? പാവം ഞാൻ. പാവല്ല പാവാട. എന്തോന്ന്? പാവാണെങ്കിലേ ആ നെറ്റിയിൽ എഴുതി വെക്കാൻ. ഓ, ആക്കിയതാണല്ലേ. മനസ്സിലായില്ലേ? മനസ്സിലായി. മനസ്സിലാക്കി തരാൻ ഞാൻ. എന്ത്? ഇങ്ങോട്ട് വാടി. എന്താ? അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. എന്താ? എന്ത്? ഒന്നുമില്ല. ഒന്നുമില്ലേ? ഇല്ല. എന്റെ ജെല്ലി ഫിഷ്. എന്ത്? അല്ല പോലീസേ, നമുക്ക് കുറച്ച് ജെല്ലി ഫിഷ് വാങ്ങിച്ചാലോ? നീ പോടാ മരപ്പട്ടി. മരപ്പെട്ടി നിന്റെ അനിയൻ. ദേ എന്റെ അനിയനെ പറഞ്ഞുണ്ടല്ലോ. അനിയനെ പറഞ്ഞാ നീ എന്ത് ചെയ്യും? ഞാൻ ഇനിയും പറയും. നിന്റെ അനിയൻ, നിന്റെ അനിയൻ, നിന്റെ അനിയൻ. ഓഹോ, എന്ത് കടിയടി കടിച്ചത്. ദുഷ്ട. വേദനയ്ക്കാൻ വേണ്ടി തന്നെയാ തന്നത്. പരട്ട കടുവ. എല്ലാ പെടുകളോടും കൊഞ്ചു കുഴഞ്ഞുകൊണ്ടിരിക്കുക. കിണിക്കല്ലേ? പിന്നെ ചിരിക്കാതെ കടുവേ. ഇടി പോട്ടെ. നിന്നെ ജെല്ലി കയറ്റാൻ എനിക്ക് ഭയങ്കര ഇഷ്ടാ. ഭയങ്കര ഇഷ്ടം വെച്ചാ ഭയങ്കര ഇഷ്ടാ. ഓഹോ, നീ ജെല്ലി കയറിയിട്ട് എന്നോട് ദേഷ്യപ്പെടുമ്പേ എന്റെ മൂഡ് അറിയാതെ ഓടാവും. എന്താന്നറിയില്ല. ദേ വെളച്ചിൽ എന്റെ അടുത്ത് എടുക്കണ്ട. എന്റെ മോളുടെ അടുത്തല്ലാതെ വേറെ ആരുടെ അടുത്ത് എടുക്കും? ആ മായ ഉണ്ടാവുമല്ലോ, ചെല്ലങ്ങോട്ട്. നീ അത് വിട്ടില്ലേ? ഇല്ല വിട്ടില്ല. എന്തായിരുന്നു ക്യാൻറ്റീനിലിരുന്ന സംസാരം? ഫുഡ് വാങ്ങുന്നു കൊടുക്കുന്നു. ഓ, ഞാൻ ഫുഡ് വാങ്ങിച്ചു കഴിച്ചാലാണോ ഇത്? ഫുഡല്ലേ വാങ്ങിച്ചുള്ളൂ, അവളുടെ കിസ്സൊന്നും വാങ്ങിച്ചില്ലല്ലോ. ആ കിസ് എങ്ങാനും വാങ്ങിച്ചിട്ടുണ്ട്. വാ. വന്നാ എന്ത് ചെയ്യും? വന്നാ നേരത്തെ തന്ന പോലെ ഒരു കടി ഒന്നും കൂടി തരും. എന്റെ പൊന്നെ, എന്തു പറഞ്ഞാലും നീ എന്തിനാണ് കടിക്കുന്നത്? അതൊക്കെ വിട്. എന്തായിരുന്നു ഇത്രയും സംസാരിക്കാനുണ്ടായിരുന്നത്? ഓ, അത് അവൾ അവളുടെ ഫീലിങ്സ് എന്നോട് തുറന്നു പറഞ്ഞതാ. ഫീലിങ്സോ? അതെ, അവൾ എന്നെ പ്രപ്പോസ് ചെയ്തതാ. പ്രപ്പോസ് ചെയ്യേ? എന്നിട്ട് കുന്തം. ആ ഒരെണ്ണം വാങ്ങിച്ചു വെച്ചോ, ആവശ്യം വരും. എന്തിന്? നിനക്ക് പറക്കാനോ? ഏട്ടാ പിന്നല്ലാതെ എന്തായിരിക്കും ഞാൻ കൊടുത്ത മറുപടി എന്ന് നിനക്ക് നന്നായിട്ട് അറിയുന്നുണ്ടാവുമല്ലോ. പിന്നെ എന്തിനാ ഇങ്ങനൊരു ചോദ്യം? എന്നാലും ഓ, ഇപ്പൊ അതെന്റെ നാവിന്ന് കേൾക്കണം അല്ലേ? അതെ. എന്നെന്റെ ഭാര്യ കേട്ടോ, എനിക്ക് നിന്നെ അങ്ങനെ കാണാൻ പറ്റത്തില്ല, ഫ്രണ്ടായിട്ട്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. എന്താ മതിയോ? ഇത്രേ പറഞ്ഞുള്ളൂ? നമ്മുടെ കാര്യം പറഞ്ഞില്ലേ? അത് പറഞ്ഞില്ല. നമ്മുടെ പഠിത്തം കഴിയുന്നതുവരെ നമ്മുടെ ഈ മാരേജിനെ കുറിച്ച് ആരും അറിയരുതെന്ന് എൻ്റെ മോള് തന്നെയല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഈ കാര്യം പറഞ്ഞില്ല. ഓ, അന്നങ്ങനെ പറയണ്ടായിരുന്നു. എന്താ? ഒന്നുമില്ല. അന്നേ ഞാൻ എൻ്റെ മോളോട് പറഞ്ഞതല്ലേ നമുക്കിതെല്ലാവരോടും പറയാതെ. അപ്പം നീ പറഞ്ഞു വേണ്ടാന്ന്. ഇപ്പൊ അനുഭവിച്ചോ? ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ അറിഞ്ഞോ പെണ്ണുങ്ങള് ശർക്കര വീച്ച് പൊതിയുന്ന പോലെ നിങ്ങളെ പൊതിയൊന്ന്. എനിക്ക് കുറച്ച് സൗന്ദര്യം കൂടി പോയി. എന്ത് ചെയ്യാനാ? പിന്നെ ഒടുക്കത്തെ ഗ്ലാമർ അല്ലേ. എന്താടി പോത്തെ, ഇനിയും എന്റെ പെണ്ണിന്റെ ജെല്ലി അറിയില്ലേ? എനിക്ക് നന്നായിട്ടറിയാം നിങ്ങൾ എന്നെ ജെല്ലി ഏറ്റാൻ വേണ്ടി ചെയ്തതാണ്. എനിക്കും അറിയാം നിങ്ങളെ ജെല്ലി ഏറ്റിപ്പിക്കാൻ. ഓഹോ, എന്നാ ജെല്ലി ഏറ്റിപ്പിക്കേ. പിന്നെ ജെല്ലി ഏറ്റവും ഒരു കാര്യം മറക്കണ്ട, തിരിച്ച് ഇരട്ടിയായിട്ട് കിട്ടുമെന്ന്. എന്റെ മോൾക്കറിയാലോ എന്റെ ജെല്ലി നിന്നേക്കാളും ഡേഞ്ചർ ആണെന്ന്. ഓ അറിയാവേ. അതെ. എന്താ? ഏയ് ഒന്നുമില്ല. എന്നാ തമ്പുരാൻ മാറിയട്ടെ. അങ്ങനെയൊന്നും പോവാതെ. പിന്നെ എന്ത് വേണമെന്നാ? എനിക്ക് ഒന്നും കിട്ടിയില്ല. എന്ത് കിട്ടിയില്ലാന്ന്? ഓ, പിന്നെ എന്റെ മോക്ക് അറിയാത്ത പോലെ. ഓഹോ, ഇന്ന് എന്റെ മോന് ഒന്നുമില്ല. അയ്യോ, അങ്ങനെ പറയരുത്. അങ്ങനെ പറയൂ. മാറിയുന്നേ, ഞാൻ പോട്ടെ. വേണ്ട, നീ തരണ്ട. എനിക്ക് ആവശ്യമുള്ളത് ഞാൻ എടുത്തോളാം. അയ്യടാ, നിങ്ങൾ ഒറ്റ ഒരുത്തനാ ഇപ്പൊ ഞാൻ കോളേജിൽ ലേറ്റ് ആവാൻ കാരണം. എന്ന് നിങ്ങളെ കല്യാണം കഴിച്ചോ അന്ന് മുതൽ ഞാൻ കോളേജിൽ ലേറ്റാ. അത് പിന്നെ
എനിക്ക് നൈറ്റ് എന്റെ ഭാര്യയെ സ്നേഹിക്കണ്ടേ? എന്നാ എന്റെ മോനെ ഇന്നൊരു ദിവസം പട്ടി വേണം കേട്ടോ. നിക്കടിയടാ, ദേ മര്യാദക്ക് വന്നോ, അതാ നിനക്ക് നല്ലത്. എന്നെ വെറുതെ കടുവാക്കണ്ട. ഏട്ടാ വേണ്ട. എങ്ങോട്ടാടി ഓടുന്നേ? ആ, നീ മര്യാദക്ക് ചോദിച്ചാ തരത്തില്ല അല്ലേ? നിന്നെ എന്റെ കൈ കിട്ടൊടി കൊണ്ടുപോളകെ ശരിയാക്കി തരാം ഞാൻ. ഹലോ, എന്റെ ഭാര്യ ഉറങ്ങിയായിരുന്നോ? ഇല്ലല്ലോ, ഇതെന്താ പൂവൊക്കെയായിട്ട്? ഈ ചുമ്മാ ഒരു രസം. ദേട്ടാ മനസ്സിൽ വല്ല ദുരുദ്ദേശം വെച്ചിട്ടാണെങ്കി. അതെ, ദുരുദ്ദേശം തന്നെയാ. അയ്യടാ മാറിക്കോട്ട്. ഓഹോ, എന്ന് എനിക്കതൊന്നും കാണണമല്ലോ. ഗുഡ് മോർണിംഗ് പോനൂസേ. ഗുഡ് മോർണിംഗ്. ദേ പെണ്ണെ, എഴുന്നേക്ക്, കോളേജിൽ പോണ്ടേ? എന്തായാലും സ്പെഷ്യൽ ക്ലാസ്സിന് കയറാൻ പറ്റില്ല, മോർണിംഗ് ക്ലാസ്സിനെങ്കിലും കയറാൻ നോക്ക്. പടപ്പാരടക്കടവേ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട്. അത് പിന്നെ എന്റെ ഭാര്യയ്ക്ക് സൗന്ദര്യം കുറച്ച് കൂടുതലാ. അയ്യടാ ആടി പോത്തെ, കോളേജിലുള്ള എല്ലാ നാരികളും നോട്ടം എന്റെ പെണ്ണിന്റെ മേലെയാ. അത് കാണുമ്പോൾ എനിക്ക് ഉള്ളംകാലിന്ന് ധരിച്ചു വരും. കിണിക്കല്ലേ? പിന്നെ ആ രാഹുലിന് എന്റെ മോളുടെ അടുത്ത് എന്തോ ഫീലിംഗ് ഇല്ലേ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അതെന്റെ മോന് തോന്നുന്നതാ. നമുക്ക് നോക്കാം. പിന്നെ പൊന്നൂസേ, എന്താ? അത് പിന്നെ ഏത് പിന്നെ? എന്താണ്? എന്തോ കാര്യം സാധിക്കാനുണ്ടല്ലോ. എന്താ കാര്യം പറ. അല്ലടി പെണ്ണേ, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷാവാറായില്ലേ? അത് മാത്രല്ല, നമ്മുടെ പഠിത്തവും കഴിയാറായി. അതില് അല്ല, എന്റെ പെണ്ണിനെ കാണാൻ വേണ്ടിയിട്ടാ ഉള്ള ജോലിയിൽ കളഞ്ഞ് ഞാൻ വീണ്ടും PG പഠിക്കാനെന്ന് പറഞ്ഞിട്ട് എന്റെ മോളുടെ അതേ കോളേജിൽ വീണ്ടും ചേർത്തത്. അതെ, എന്റെ മോനെ വളഞ്ഞു കെട്ടി പറയാതെ സ്ട്രെയിറ്റ് ആയിട്ട് കാര്യം പറ. എന്താ കാര്യം? അത് പൊന്നൂസേ, എനിക്ക് നമ്മുടെ ബേബിയെ വേണം. എന്തോന്ന്? എനിക്ക് നമ്മുടെ കുഞ്ഞിനെ വേണമെന്ന്. എന്താ ഇപ്പൊ ഇങ്ങനെ തന്നെ? എന്തോ അങ്ങനെ തോന്നി. സാധിച്ചു തരില്ലേ നീ? സാധിച്ചൊക്കെ തരാം, പക്ഷേ ഇപ്പഴല്ല. ഇപ്പൊ എന്റെ മോൻ ചെന്ന് റെഡിയാണ്. പോണോ? പോണം. നീ പൊട്ടു റൊമാൻറ്റിക് അല്ല. ഓഹോ, എത്ര പെൺകുട്ടികൾ വന്നതോ പുറകെ, എന്നിട്ട് ഞാൻ വീണതോ? പറഞ്ഞിട്ടുണ്ട്, ആ മായ്ക്ക് കുറച്ചുകൂടി നേരത്തെ ആയിരുന്നു. ഓഹോ, എന്നാ എന്റെ മോൻ ചെന്ന് ആ മായനെ കിട്ടും. അല്ല പിന്നെ മാറിക്കാങ്ങോട്ട്. ഇപ്പൊ ഒരു സമാധാനമുണ്ട്. ഹലോ ദയാ. ആഹാ, രാഹുലായിരുന്നോ? ഞാൻ ഇന്നലെ തന്നെ അന്വേഷിച്ച് ക്ലാസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. അതാ നേരത്തെ പോയി എന്ന് പറഞ്ഞു. അതെയോ, എനിക്ക് ഇന്നലെ ഒരു ചെറിയ തലവേദന, അതാ ഞാൻ നേരത്തെ പോയേ. ഓ അതെയോ? എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ടോ? ഈ നാറിക്ക് എന്താ വീട്ടിൽ അടുത്ത കാര്യം? കുറവുണ്ട്. ആണോ? നമുക്കൊരു കോഫി കുടിച്ചാലോ? അത് കട ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ശരിയാക്കി തരാം. പിന്നെന്താ, കുടിക്കാലോ. എനിക്കറിയാം മോനെ നിന്നെ ജെല്ലി കിട്ടാൻ. ഇവിടത്തെ എങ്ങോട്ടാ? തനിക്ക് കോഫി വേണോ ജ്യൂസ് വേണോ? എന്തായാലും കുഴപ്പമില്ല. കടവെത്തിയല്ലോ. തന്നെ ഇന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്. താങ്ക് യു. ഓ, പോയിരിക്കണ കണ്ടില്ലേ? അവന്റെ അടുത്ത് എന്താ ചെയ്തേ? അവള് മനപ്പൂർവ്വം എന്നെ ജെല്ലി കയറ്റാ. ശരിയാക്കി തരാടി. ദയാ, എനിക്കൊരു കോൾ വരുന്നുണ്ട്, ഞാനിതൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് വരാം. ശരി. ഇതെവിടെ പോയി? സോറി ദയാ, എനിക്ക് അത്യാവശ്യമായിട്ട് ക്ലബ് വരെ ഒന്ന് പോണം. ആണോ? എന്നാ പോയിട്ട് വാ. തനൊന്നും വിചാരിക്കില്ലേ? അത് സാരല്ല, ഏട്ടൻ പോവാൻ നോക്ക്. ശരി, നമുക്ക് പിന്നെ കാണാം. എന്നാലും ഈ കടയിൽ എവിടെ പോയി? ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? കൂടെ അവളും ഉണ്ടല്ലോ. അവള് കിസ് ചെയ്യാൻ നോക്കുന്ന സ്വന്തം ഭാര്യ ഇവിടെ ഇരിക്കുമ്പോ മറ്റു പെണ്ണുങ്ങളെ കിസ് ചെയ്യാൻ പോകുന്നു. നേരമില്ല. ഇവളെന്തിനാ ക്ഷണിക്കണേ? ഇനി ഞാൻ കിസ് ചെയ്യണ കണ്ടിട്ട്
അവള് പോയതാണോ? അപ്പൊ ദച്ചു താൻ എന്നെ ഏൽപ്പിച്ച പണി ഞാൻ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ദയാ, എന്നോട് ദേഷ്യം തോന്നിയേക്കല്ലേ? നിന്റെ കെട്ടിയവൻ എന്നോടെല്ലാം പറഞ്ഞു. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒരു ഹെൽപ്പ് ചോദിക്കുമ്പം എങ്ങനെയാ ചെയ്ത് കൊടുക്കാതിരിക്കുക? അതുകൊണ്ടാ ഞാൻ. ഓഹോ, പോരട്ടക്കടുവ തരാട്ടാ. എന്നാ ഞാൻ പോവാ. നിങ്ങളുടെ ഇടയിലേ കെട്ടിലും പറഞ്ഞില്ല. നിങ്ങൾ സംസാരിക്കും. എന്താടി നോക്കുന്നേ? കണ്ണുണ്ടായിട്ട് നോക്കി പേടിപ്പിക്കുന്നോ? കണ്ണി, നിങ്ങൾ വീട്ടിലേക്ക് വാ, തരാട്ടാ. ഓ പിന്നെ എന്നെ ജെല്ലി കയറ്റാൻ നോക്കുമ്പോ ആലോചിക്കണായിരുന്നു. അതിന് ഇങ്ങനെ ചെയ്യണോ? എനിക്ക് വന്ന ദേഷ്യം. ഞാൻ എന്റെ മോളോട് പറഞ്ഞിട്ടുള്ളതല്ലേ, സഹിച്ചോ? ഇപ്പോൾ മരപ്പെട്ടി, ഞാൻ പോവാ. രാജ്യത്തെ നോക്കടാ, അവള് പോന്നു. എന്ത് ലുക്കാളി അവളെ കാണാൻ, പിഴിഞ്ഞെടുക്കാൻ തോന്നുന്നു. അതെ എന്റെ അളിയാ, അവൾ ഈയിടെയായിട്ട് അല്ലാണ്ടങ്ങ് ഭംഗി വെക്കുന്നുണ്ട്. അവളെ കാണുമ്പോ തന്നെ കൺട്രോൾ പോവാ മനുഷ്യന്റെ. തക്കം കിട്ടിയ അവളെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്നുണ്ട്. അളിയാ, നീ ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കി വല്ലതുണ്ടെങ്കിൽ എനിക്കും കൂടി. ബാക്കി വെച്ചിട്ടുണ്ട്. അവളെ കാണുമ്പോ അവളെ തക്കാളിപ്പഴം പോലുള്ള ചൂണ്ടുകൾ കടിച്ചെടുക്കാൻ തോന്നുന്നു. എന്താണ് ചിറ്റകളെ നിങ്ങളിപ്പോ അവളെ കുറിച്ച് പറഞ്ഞത്? ഞങ്ങൾ അവളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാ നിനക്ക് എന്താടാ? ഇനിയെങ്ങാനും അവള് നിന്റെ സെറ്റപ്പ് എങ്ങാനോടാ? ഡാ മാറിക്കോട്, ഇവന്മാരെ ഞാൻ ഇപ്പൊ മനസ്സിലായുടെ ചെറ്റളെ, ഞാൻ അവളുടെ ആരാണെന്ന് ഇവിടെ നിൽക്കുന്ന എല്ലാവരോടും കൂടി പറയാ. ഈ നിൽക്കുന്ന ദയ ഈ ദച്ചുവിന്റെ പെണ്ണാ. ഞാൻ താലി കിട്ടിയ എന്റെ ഭാര്യ. എന്റെ പെണ്ണിന്റെ നേരെ ആരെങ്കിലും തെറ്റായ രീതി നോക്കുകയോ സംസാരിക്കുകയോ ചെയ്തെന്ന് ഞാൻ അറിഞ്ഞ ഈ കിടക്കുന്നമാരുടെ അവസ്ഥയായിരിക്കത്തില്ല. പിന്നെ പറഞ്ഞില്ല എന്ന് വേണ്ട. പ്ലീസ് വാ, നമുക്ക് വീട്ടിൽ പോവാം. വാ. എന്താടി പേട നടത്തേ? ആ, എനിക്കൊന്നും മനസ്സിലായില്ല. ഭാര്യയോ? അപ്പൊ നിങ്ങൾക്ക് അറിയില്ലായിരുന്നോ? ദച്ചു താലി കിട്ടിയ അവന്റെ പെണ്ണ ദയ. അപ്പൊ ഇത് നിങ്ങൾക്കറിയായിരുന്നു? അറിയായിരുന്നു. ദുഷ്ട, ഞങ്ങളോട് മാത്രം പറഞ്ഞില്ല. എനിക്കറിയാന്ന് മാത്രല്ല, ആ കല്യാണത്തിന് ഞാനും പങ്കെടുത്തായിരുന്നു. അതെങ്ങനെ? ഞങ്ങള് തമ്മില് ചെറിയൊരു ബന്ധമുണ്ട്. ഞാൻ അവളുടെ മുറച്ചെറുക്കനായിട്ട് വരും. ഹലോ സാർ. എന്താ? ഓ, കലിപ്പ് തീർന്നില്ലാന്ന് തോന്നുന്നു. എന്താ തല്ല തല്ലിയത്? പട്ടി തല്ലി ചതക്കുന്ന പോലല്ലേ അവിടെ തല്ലി ചോദിച്ചത്? പിന്നെ ഞാൻ എന്ത് ചെയ്യാനായിരുന്നു? അവരെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണായിരുന്നോ? അവർക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? എന്താ, ഒന്നും പറയാനില്ലേ? നിനക്കിപ്പോ എന്താ വേണ്ടത്? ഞാൻ അവരോട് സോറി പറയണോ? എന്റെ ഏട്ടാ, ഇങ്ങനെ ചൂടാവാതെ. പിന്നെ നീ എന്റെ പെണ്ണ, എന്റെ മാത്രം. നിന്നെ ഒരാൾ തെറ്റായ കണ്ണിലൂടെ നോക്കുന്ന പോലും എനിക്ക് സഹിക്കില്ല. ഞാൻ നിന്റെ കാര്യത്തിൽ ഭയങ്കര സ്വാർത്ഥനാണ്. നിന്റെ സ്നേഹം അത് എനിക്ക് മാത്രം അവകാശപ്പെട്ടതാ. ഒരാളും അതിനിടയിലേക്ക് വരുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഓഹോ, അങ്ങനെയോ? കടുവ സിന്തി അടിക്കില്ലേ? എന്താ? ഞാൻ എന്നും ഈ കടുവയുടെ മാത്രല്ലേ ഈ കടുവയുടെ കോഴിക്കുഞ്ഞ്? ആണോ? പിന്നല്ലാതെ. അതെ, എന്റെ മാത്രം. പിന്നെ കടുവേ, ഇങ്ങനെ ഇരുന്ന ബേബിയെ കിട്ടില്ല കേട്ടോ. എന്താണ്? അല്ല, രാവിലെ പറഞ്ഞ ആഗ്രഹം സാധിച്ചു തന്നാലോ ഇന്നൂടി ഇത്. അപ്പൊ എങ്ങനെയാ? പരട്ട കടുവേ.